പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പുതിയ വലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ 110-ൻ്റെ വലയെടുക്കും. നമ്മുടെ മുഹമ്മേലെ അളിയനുണ്ട് പോപ്പിയണ്ണൻ, അനീഷണ്ണൻ നമുക്ക് വലയൊക്കെ ഇണക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതുമായിട്ട് ഇന്ന് നീട്ടാൻ പോവാണ്. സാധാരണ അത് വല വളച്ചിട്ട് ഇടിക്കാനാണ് ഉപയോഗിക്കാറ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ കണ്ടെത്തി പോയ സമയത്ത് അവിടെ കുറച്ച് മീൻ വലുത് മറിയുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ഇടാമെന്ന് വിചാരിക്കുന്നത്. വല ഞാൻ കാണിച്ചു തരാവേ. ആണ് 110-ൻ്റെ വല. ഞാൻ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു. പക്ഷേ ഒഴുക്കായിരുന്നു കാരണം നമ്മൾ പെട്ടെന്ന് വലിച്ചെടുത്ത്. ചെറിയ ഒഴുക്കുണ്ട്, അതിപ്പോൾ ചവറ് പിടിക്കുന്ന കാരണം വലിച്ചങ്ങ് എടുത്ത്. അപ്പോൾ ഞാനും അനിയനും കൂടെ വലയിടാൻ പോവുകയാണ്. സൂര്യൻ അസ്തമിച്ചു കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇരുട്ടത്തായിരിക്കും മിക്കവാറും വലയിടുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നാളെ രാവിലെ കാണാം ഈ വലയുടെ ഗുണം. കയറ സമയം പോയതുകൊണ്ട് നമ്മൾ ഈ വള്ളത്തെ കെട്ടി വലിച്ചിട്ടാണ് പോണത്. എടാ പോ, പെട്രോൾ ഉണ്ടോ നോക്കിയോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, രാവിലെ നമ്മൾ വല വലിക്കാൻ പോവാണ്. നല്ല മഞ്ഞാണ് കേട്ടോ, അടിപൊളി ക്ലൈമറ്റ്. -17 ആണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശിക്കാര വള്ളത്തെ വന്നത്. ഒരു ഇഞ്ചും വെള്ളം ഉള്ളത് പാടത്തേക്ക് ഇടാനുള്ള വളം എടുക്കാൻ പോയേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേ വന്നത്. അപ്പോൾ നമ്മൾ വല വലിക്കാൻ പോവാണ്. നല്ലതാണ് കൊണ്ടല്ലേ. ഓ എൻ്റെ അമ്മ എന്നാ ഭംഗിയടി. പ്രിയ സുഹൃത്തുക്കളെ, ഇത് വിശാലമായി കിടക്കുന്നൊരു കായലാണ്. ഇതിലാണ് നമ്മൾ വലയിട്ടേക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചയുള്ള സ്ഥലമാണിത്. ഇഷ്ടംപോലെ ദേശാടന പക്ഷികളും അമ്പലും ഒക്കെയുള്ള സ്ഥലമാണ്. ഈ കാണുന്നത് താമരക്കോഴി എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേര് പറയുക. ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, അങ്ങ് എരണ്ട മറക്കുന്നുണ്ട്. കുറച്ചുകൂടെ പോകണം നമ്മുടെ വലയിട്ടേക്കുന്ന സ്ഥലത്തേക്ക്. കുറേ ആൾക്കാരോട് വെള്ളത്തിൽ കിടക്കുന്നുണ്ടല്ലേ ഇന്ന്. ഓ, എന്നെ സൗണ്ടാണേ. കുറച്ച് നേരം മിണ്ടാതിരുന്നുണ്ടല്ലോ എന്നെ വോയിസൊക്കെ കേൾക്കുന്നത് അറിയോ. ഭയങ്കര കൂളാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് കായലിൻ്റെ നടുക്കാണ് വലയിട്ടിരുന്നത്. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുവിധം തെളിച്ച് വലിക്കും. രണ്ട് പൊങ്ങ് അടുപ്പിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പിച്ച് കിടക്കേണ്ട കാര്യമില്ലല്ലോ. മീൻ ഉണ്ടെങ്കിലാണ് വലിച്ചു കൂട്ടിയിട്ടുണ്ടാവും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ചിലപ്പോൾ അവിടെ മീൻ കാണാൻ സാധിച്ചു. അടുത്ത് കിടക്കും. കിളിയാണ്ട് പറിച്ചുകൊണ്ട് കയറ്റിയാന്ന് തോന്നുന്നു കേട്ടോ. മേൽത്താങ്ങൊക്കെ മോളി കിടക്കുന്നുണ്ട്.
വെള്ളക്കാർ പോയി വലിച്ചു പോയി അങ്ങനെ കേട്ടിട്ട് കാര്യമില്ലല്ലോ അത്. ഇല്ലല്ല, അത് നൂല് കയറ്റാം. തിരിച്ച് നൂല് കയറ്റണം. പിന്നെ കനയും കിടക്കുക. കഴുകാൻ പറ്റില്ല. കഴിഞ്ഞ നൂല് മാത്രം കണ്ടിച്ച് കളയുക, ബാക്കി നൂലില്ലല്ലോ അവിടെ. അത് മാഹയുടെ വാലാണോ അത്ര വലിയ താന്നല്ലോ താന്നല്ലോ അവിടെയാണ് കഴുകാൻ വന്നത്. അവിടെ തന്നെ വന്നത്. ഇല്ലേ കഴുകയാണോ? അല്ലല്ലോ, കഴുന്നല്ല. ആദ്യം ഒന്ന് വന്നിട്ട് പോയായിരുന്നു കഴുന്ന. അതല്ലടാ അവിടെ പൊങ്ങി നിന്നത്. അതറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കാം. കണ്ടോ? കണ്ടില്ല. ആ പൊങ്ങ മലന്ന് നിൽക്കുന്നുണ്ടോ? മേലോട്ട് കുത്തനെ നിൽക്കുന്നു. അതിന്റെ തൊട്ട് ഇങ്ങേപ്പുറത്ത് എന്തോ പൊങ്ങി നിൽക്കുന്നുണ്ട്. കണ്ടോ? പൊങ്ങി താഴുന്നുണ്ട്. അതൊരു പിടിയില്ല. ചിലപ്പോ കഴുതാനവിടെ കിടക്കുന്നതായിരിക്കും. ഇത്ര വല വലിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് കഴുത ഇവിടെ കിടന്നാ മറിഞ്ഞത്. ആ വല രണ്ടും കൂട്ടി പിടിച്ച് കിടക്കുക. നീ അതങ്ങ് മാറ്റിയാലേ. മഞ്ഞ മാറി. ആ പടകിനെ നേരെ അതിനിതില്ല അണ്ണ, അതിനെ കടിച്ചു പറിച്ചു ചേർമീനുണ്ട്. ഇപ്പോഴാണ് അതിനെ കടിച്ചു പറിച്ചത്. കഴുന്ന തല നമുക്ക് വെട്ടിയാ തരുന്നത് അല്ലേ അണ്ണ? ഓക്കെ, വെള്ളം പറഞ്ഞിട്ട് ഒഴിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ വല അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മീൻ വീഴാഞ്ഞിട്ടല്ല കേട്ടോ, മീൻ നമുക്ക് ഗുണപ്പെടാഞ്ഞിട്ടാണ്. കാരണം നമ്മളിവിടെ വരുമ്പോഴും നമ്മുടെ വലയിൽ കഴുന്ന മീൻ പറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറിച്ചൊരു മീനാണിത്. നമ്മുടെ വലയിൽ എനിക്ക് മനസ്സിലാകുന്നത് 2 മീനാണ് വീണിട്ടുണ്ടാവുക. അതിലൊരു മീൻ മൊത്തം പൂർണ്ണമായിട്ട് അവർ കൊണ്ടുപോയി. ഒരു മീൻ കടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ എത്തിയത്. കടിച്ച മീൻ തേണ്ട വള്ളത്തിൽ ഇട്ടിട്ടുണ്ട്.
അത് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മളതെടുത്ത് വെച്ചിരിക്കുന്നത്. കഴിക്കാൻ പാടുണ്ടോ, അതോ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നതിനെ സംബന്ധിച്ച് വീട്ടിൽ ചെന്നിട്ട് അത്താത്തനോടോ അമ്മയോടോ ചോദിച്ചിട്ട് കാര്യം ചെയ്യാമെന്നാണ് വരുന്നത്. അപ്പം വല സക്സസ്സാണ്, നമ്മുടെ പ്രയത്നം സക്സസ്സാണ്, പക്ഷേ നമുക്ക് ഗുണപ്പെട്ടില്ല. അതായത് ഓപ്പറേഷൻ വിജയിച്ചു രോഗി മരിച്ചു എന്നൊരവസ്ഥയിൽ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രിയ സുഹൃത്തുക്കളെ, ഇതിൻ്റെ തല മാത്രമേ അത് കടിച്ചിട്ടുള്ളൂ. നല്ല അടിപൊളി മീനാണ്. നമ്മൾ ദൂരെ നോക്കിയപ്പോഴേ നമ്മൾ കണ്ടു ഇതിൻ്റെ വാലിങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ജീവനുണ്ടായിരുന്നു, കഴുത പിടിക്കുമ്പോഴും ജീവനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ, അടിപൊളി ചെറുമീനായിരുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിരാശാജനകമായ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മിക്കവാറും മീൻ കിട്ടുന്ന വീഡിയോസാണ് കൂടുതലും കാണാറുള്ളത്. ഇത് മീൻ കിട്ടിയില്ല എന്നല്ല, ഗുണപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇടും പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിച്ച അന്തരീക്ഷം, മീൻ പിടിച്ച ക്ലൈമറ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, കിളികളുടെ ശബ്ദം, കിളികൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. മീൻ കുറവായതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട, നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ കുടുംബത്തിൽ നിന്നും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.